എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 19, 2025. ഇന്നത്തെ മല്ലു മല്ലൻസ് വീഡിയോയുടെ വിഷയം വനിതാ സംരക്ഷണക്കാർ പുരുഷന്മാരെ ശിക്ഷിക്കുന്നു. നമുക്കറിയാം, പല വർഷങ്ങളായിട്ട് വനിതാ സംരക്ഷണ ബില്ലെന്നും പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഒരു ബില്ലിൻ്റെ പേരിൽ വനിതകൾക്ക് സ്പെഷ്യൽ പെർമിഷനും സംരക്ഷണം കൊടുക്കുന്ന ഒരു സമിതിയൊക്കെ ഉണ്ട്. എന്നാൽ ഈ സമിതി പുരുഷന്മാരെ ശിക്ഷിക്കാനാണോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള പല നാടകങ്ങളും നമ്മൾ ഈ അടുത്ത് കാണാൻ വരുന്നത്. ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഈസ് ഡേഞ്ചറസ് ആസ് സുപ്പീരിയറിറ്റി കോംപ്ലക്സ്. അപകർഷതാബോധം അതിൻ്റെ ഓപ്പോസിറ്റായ സുപ്പീരിയറിറ്റി കോംപ്ലക്സ്, അതായത് ഇവിടെ ഉടമസ്ഥാബോധത്തേക്ക് അതിനെപ്പോലെ തന്നെ അപകടകാരിയാണ്. ഞാൻ കമ്മില സച്ചന്മാരുടെ ഇറ്റാലിയൻ സഭയിൽ ബ്രദറായിട്ട് ട്രെയിനിങ് ചെയ്യുമ്പം അവിടുത്തെ ഇറ്റാലിയനായിട്ടുള്ള നിതിൻ എർണസ്റ്റോ എന്ന് പറഞ്ഞ എൻ്റെ റെക്ടറച്ചൻ എന്നോട് ചിരിച്ചിട്ട് പറയുന്നൊരു ഡയലോഗാണ്, നിങ്ങൾ ഇന്ത്യയിൽ പെണ്ണുങ്ങൾ വീക്കാണെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഇത് ചെയ്യുമ്പം ഞങ്ങളുടെ ഇറ്റലിയിൽ ആണുങ്ങളാണ് ഞങ്ങൾ വീക്ക് എന്ന് പറഞ്ഞ് അവിടെ ഗ്രൂപ്പുണ്ട്. ഓക്കെ, കാരണം ചീസൊക്കെ അടിച്ച് അവിടുത്തെ ഇറ്റാലിയൻ വനിതകൾ ഒരുവിധം നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ അവിടെ അടി കിട്ടുന്നത് ആണുങ്ങൾക്കാണ്. അതും പറഞ്ഞ് പുള്ളിക്കാരൻ എന്നോട് ചിരിച്ചിട്ട് ഇതിങ്ങനെ പറയും. ഓക്കെ, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് പറഞ്ഞത്. ഓക്കെ, അലസാൻഡ്രോ എന്ന് പറഞ്ഞ ഒരു ഇറ്റാലിയൻ അച്ഛൻ്റെ അപ്പനും അമ്മയും ഞങ്ങൾക്ക് അതിഥികളായിട്ട് വന്ന് പാതിരാത്രി ഭയങ്കര ഒച്ചപ്പാട് കഴിഞ്ഞ് ഞങ്ങൾ ചെന്ന് നോക്കുമ്പം ഈ അച്ഛൻ്റെ അപ്പനെ ഈ അമ്മ പുറത്താക്കിയിരിക്കുക. എന്നിട്ട് പറയുന്നത് ഗിവ് ഹിം അനദർ റൂം. ഓക്കെ, അന്ന് നമ്മുടെ കെട്ടിത്തൂങ്ങിയ കയറ് പൊട്ടിയ നിലയിൽ ഈ മനുഷ്യൻ പാവം നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പം നിതിനച്ഛൻ പറഞ്ഞ കുറേ ഇതുകൾ എനിക്കന്ന് മനസ്സിലായി. ഓക്കെ, ഞാൻ 2008 ഡൽഹി ആർച്ച് ഡയസിസിൻ്റെ ബിഷപ്പ് ഹൗസിൽ ഗസ്റ്റായിട്ട് താമസിക്കുമ്പം ജനുവരി 18 എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ചോക്ലേറ്റ് കൊടുക്കാനായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പോയി. അപ്പം അവിടെ വനിതകളുടെ ഒരു സ്പെഷ്യൽ ഡെസ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഞാൻ ചോക്ലേറ്റ് കൊടുക്കാനായിട്ട് വാതിൽ കടന്നപ്പം ഒരു ഗോവൻ ലേഡി വാതിക്ക് നിന്നിട്ട് എന്നോട് ചോദിച്ചു, ആർ യു ഫോർ ഓർ എഗെയിൻസ്റ്റ് വുമൻ? അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞൊരു ഡയലോഗാണ്, ഐ ആം ഇൻ ബിറ്റ്വീൻ. വേർ വുമൻ ഈസ് ഇൽട്രേറ്റഡ് ദർ വുമൻ എംപവർമെൻറ്റ്, ദർ മാൻ ഈസ് ഇൽട്രേറ്റഡ് അവിടെ മാൻ എംപവർമെൻറ്റ്. സ്ത്രീകൾ എവിടെയൊക്കെ ആക്ഷേപിക്കപ്പെടുന്നു അവിടെ വനിതകളെ ശക്തരാക്കണം. അതേപോലെ എവിടെ ആണുങ്ങൾ അധിക്ഷേപിക്കപ്പെടുന്നു അവിടെ പുരുഷന്മാർ ശക്തരാകണം. അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. പിന്നെ അവസാനം ഡിസ്കഷൻ കഴിഞ്ഞപ്പം ആ ലേഡി എന്നോട് പറഞ്ഞ് ഞങ്ങളൊരു അപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇതേവരെ ബിഷപ്പ് അത് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പം പിന്നെ ട്രെയിനുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം, സ്ത്രീകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 6 സെക്കൻഡ് കൂടി നോക്കിക്കഴിഞ്ഞാൽ 6 മാസം വരെ ജയിലിൽ നിന്ന് പറഞ്ഞ് ഇവർ റെയിൽവേക്കാർ ഒട്ടിച്ചിരിക്കുന്നതാണ്. എന്നാൽ ഈ ട്രെയിനിലാണ് ആണുങ്ങളെ മെക്കെട്ട് കയറി ഈ ശിഖണ്ഡികൾ, ആണും പെണ്ണും കെട്ടവരെന്നും പറഞ്ഞിട്ട് ഒരു കൂട്ടർ വന്ന് മെഴുകിയിട്ട് പോകുന്നത്. നിങ്ങളൊരു ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി ഒന്ന് കൈയടിച്ച് നോക്കിയേ. അതായത് ഇവർ കയറി കൈയടിച്ചിട്ടാണ് പൈസ കളക്ട് ചെയ്യുന്നത്. അപ്പം 4-5 പേരിൽ ഒരാളോ ഇരിക്കും വേണേൽ ഇതിൽ ശരിക്കും ഒറിജിനൽ ഇതാണെങ്കിൽ അവരാണ് മുമ്പിൽ വന്ന് പൈസ കൊടുത്തില്ലെങ്കിൽ പൊക്കി കാണിക്കാൻ. മറ്റേതൊക്കെ ആണുങ്ങളാണ്. അവർ ഇതിങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് കുറേ പൈസ കിട്ടും. അപ്പം ഞാൻ പലവട്ടം അവർക്ക് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവസാനം സെക്കൻഡറാബാദിലെ RPO ഓഫീസർ എന്ന് പറഞ്ഞ് അവർക്ക് ആകെയുള്ളൊരു ജയില് ഇവിടെ മധ്യപ്രദേശിൽ എവിടെയൊക്കെയാണ്. ഓക്കെ, അപ്പം അവരെ പിടിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര തലവേദനയാണെന്നെല്ലാം പറഞ്ഞു. ഓക്കെ, ഇപ്പം ആണുങ്ങളുടെ പൗരുഷത്വത്തെ ഹാനികരമാക്കുന്ന രീതിയിൽ അവരെ ഞാൻ പറയും ഇറ്റ്സ് സെക്സ് ട്രാൻസ്പ്ലാന്റേഷൻ. പുരുഷന്മാരെ പെണ്ണുങ്ങളാക്കുന്ന രീതിയിലുള്ളൊരു മാനസികമായിട്ടുള്ളൊരു അറ്റാക്കാണ് ഇവർ ട്രെയിനിൽ കയറി ചെയ്യുന്നത്. ഓക്കെ, അവിടെ നോക്കാനും പിടിക്കാനും ഇപ്പം CCTV ഒക്കെ വന്ന കാരണം ഇച്ചിരി കുറവുണ്ടെങ്കിലും എന്നാലും ഇപ്പോഴും ഇത് തുടരാണ്. ഓക്കെ, ഡൽഹി ബോയ്സ് സ്കൂളുകളിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ബോയ്സ് സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പം ഈ അവിടുത്തെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചവരെ പെൺകുട്ടികൾ ക്ലാസ്, ഉച്ചയ്ക്ക് 1 മണി തൊട്ട് അതേ സ്കൂളിൽ തന്നെ ആൺകുട്ടികൾ ക്ലാസ്. ഓക്കെ,
അപ്പം അവരുടെ ഒരു ഇല്ലായ്മ ഞാൻ എന്നിട്ട് മിക്കവരും സജസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ്, ആണും പെണ്ണും ഒരുമിച്ച് പഠിക്കുന്ന സ്കൂളാണ് നമ്മുടെ മക്കൾക്ക് അവരുടെ ആരോഗ്യത്തിന് നല്ലത്. ഓക്കെ, അത് കുറേ കാരണവന്മാർ അത് ഇത് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ അടുത്ത് ഒരു സിനിമാ നടി ആരെന്തോ പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഭയങ്കര ചർച്ചകളൊക്കെ നടന്നപ്പം ഈ പറഞ്ഞ ആളെ ഒരു 5-6 ദിവസം ജയിലിലൊക്കെ ഇട്ട് അവർ ആഘോഷിച്ചപ്പം ഈ സ്ത്രീയോട് മര്യാദയ്ക്ക് ഡ്രസ്സ് ഇടാൻ പറഞ്ഞ ഒരു രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഈ സ്ത്രീ പറയുന്നത് ഞാൻ അവനോട് ക്ഷമിക്കില്ല, അവനെ ഞാൻ കോടതി കയറ്റും, പോലീസ് സ്റ്റേഷനിലായിട്ടും ജയിലിലാക്കും. ഓക്കെ, ഈ അടുത്ത് ഈ സ്ത്രീ ഉദ്ഘാടനത്തിന് പോകുമ്പോഴുള്ള ചില സീനുകൾ പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഈ സ്ത്രീയുടെ ന്യായം, ഞാൻ നിയമം അനുശാസിക്കുന്ന ഡ്രസ്സുകളാണ് ഇടുന്നത്. ഇപ്പം സാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാരി ഇവിടെ നമ്മൾ ഞൊറിഞ്ഞിട്ട് ഇതൊക്കെ മറക്കുന്ന രീതിയിലാണെങ്കിൽ ഈ സ്ത്രീയുടെ സാരി ഒരു തല മാത്രമാണ് ഇവിടെ, ഇതൊക്കെ പുറത്തായിട്ട് ഈ തല മാത്രമാണ് ഇടുന്നത്. ഇപ്പം ഇപ്പോൾ സൽവാർ കമ്മീസാണെങ്കിലും ഈ അവിടെ ഇവിടെയൊക്കെ ഓട്ട സ്പെഷ്യൽ തുളച്ച് ഇതൊക്കെയാണ് നമ്മളെ നിയമനുശാസിക്കുന്ന ഡ്രസ്സ്. പിന്നെ എനിക്ക് വളരെ ദേഷ്യം തോന്നിയ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ഈ പുള്ളിക്കാരി ഒരു വള്ളി മാത്രം ഇതിട്ടിങ്ങനെ നടക്കുമ്പം ഹായ് കാട്ടുമ്പം ഈ വള്ളി ഇവിടുന്ന് പറഞ്ഞു പോകുന്നു. എന്നാൽ ഒരു നാണലും ചമ്മലും ഇല്ലാതെ വാദ്യം അടിച്ചുകൊണ്ട് തന്നെ ഇത് മെല്ലെ കയറ്റി പോകും. വേറെ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീ ഏതോ ഉദ്ഘാടനത്തിന് പോയപ്പം ഈ വള്ളി പൊട്ടിപ്പോവാണ് ഇവിടുന്ന്, എന്നിട്ട് സംഘാടകർ ചുറ്റും കൂടി. ഓക്കെ, ഏതാണ്ട് ഓക്കെ. ഇപ്പം ഈ അടുത്ത് ഈ പുള്ളിക്കാരി എവിടെയോ ഉദ്ഘാടനത്തിൽ പോയി വലിയ ഇതൊന്നുമില്ല. അപ്പം പുള്ളിയുടെ പബ്ലിസിറ്റി ഏകദേശം അവസാനിച്ചു. അപ്പം നമുക്ക് ഞാൻ ഇന്ത്യൻ സ്കൂളുകളിൽ 1500 സ്കൂളിൽ നമ്മൾ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയും, ഇന്ന് ഇന്ത്യൻ ഡെമോക്രസി 10 പേര് ചേർന്ന് ഒരു ആടിനെ പട്ടിയാക്കാം, പട്ടിനെ ആടാക്കാം. ഓക്കെ, ഇപ്പം അതാണിപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത്, അധികാരമുള്ളവർക്ക്. പിന്നെ നമ്മൾ അനാവശ്യമായിട്ടുള്ള അധികാരം നമ്മൾ ഇത് കൊടുക്കുമ്പോൾ അത് ചൂഷണത്തിന് ഇരയാകപ്പെടുന്നുണ്ട്. ഇപ്പം എനിക്കറിയാം ഈ പെണ്ണുങ്ങളുടെ തൻ്റെ ഇടം കൊണ്ട് എത്ര കുടുംബങ്ങൾ കുട്ടിച്ചോറായിട്ടുള്ള കഥകൾ എനിക്കറിയാം. ഓക്കെ, ഏഷ്യാനെറ്റിൽ ഏതോ ഒരു TV ചാനലിൽ ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്ന കുറേ പുരുഷന്മാരുടെ കഥ ഇവർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം ഇന്ന് വേണ്ടത് ഏറ്റവും വേണ്ടവരായിട്ടുള്ള വിവരമാണ്. ഓക്കെ, അപ്പം ഈ വിവരം വെക്കാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. പിന്നെ സത്യം തുറന്നു പറയുക. ഇപ്പം ഹിതവാദ ന്യൂസ് പേപ്പർ മഹാരാഷ്ട്രയിൽ അവരെല്ലാ ദിവസവും അടിക്കുന്ന എഡിറ്റോറിയലിന് മുകളിൽ അടിക്കുന്ന ഒരു വാക്കാണ്, "There are slaves who cannot stand with 2 or 3 with the truth." സത്യത്തിൻ്റെ കൂടെ 2-3 പേർ കൂടെ ഒന്നിച്ച് നിൽക്കാൻ കഴിയാത്തവൻ അടിമയാണ്. ഓക്കെ, ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് സേവാ സമാജ് ഇന്ത്യ യൂട്യൂബ് ചാനലിൽ പോയി കാണാം. ഷെയർ ചെയ്യുക. എല്ലാവർക്കും സ്വാഗതം. തൻ്റെ അടുള്ള പുരുഷന്മാരും തൻ്റെ അടുള്ള സ്ത്രീകളാണ്.